ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി നാട്ടിലത്തെ വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ തറവാട്ട് അമ്പലത്തിൽ പൂജയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് കേട്ടോ എൻ്റെ അമ്മമ്മേൻ്റെ വീട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വന്നു പോകാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഈ ഒരു കോമ്പൗണ്ടിലാണ് നമ്മളെ കസിൻസൊക്കെ ഉള്ളത്. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ നിന്നൊരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മഴ പെയ്തിട്ട് എല്ലാവരും ആ ഒരു സൈഡിലേക്ക് മാറി നിൽക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും മഴയായിരുന്നു. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഭയങ്കര സുഖമാണ് കേട്ടോ നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു മഴയും അമ്പലത്തിൽ പോകുന്നതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ നമുക്ക് അടിക്കുന്ന പോലത്തെ ഫീലാണ്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. എപ്പോഴും മഴയത്ത് ഇങ്ങനെ ഓടി പോകാറൊക്കെയാണ് അമ്പലത്തിലേക്ക്. അതിനുശേഷം ഞാൻ വീട്ടിലെത്തി ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ആ കാണുന്നതാണ് കേട്ടോ അമ്പലം. പിന്നെ ഇന്ന് എല്ലാവരും ഇവിടെ പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ നിന്നായിരിക്കും കേട്ടോ കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത്. ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന്. ഇത് വിച്ചുവിൻ്റെ വീടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇന്ന് ഉലുവ പത്തിരി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഇതാണ് ഉലുവ പത്തിരി. കർക്കിടക മാസമൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ കഴിക്കുന്ന ഒരു പത്തിരിയാണിത്. ഇതിൽ കൂടുതൽ ഉലുവയാണ് ഇടുന്നത് കേട്ടോ. നമ്മുടെ ശരീരത്തിനൊക്കെ ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ചിറ്റയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിറ്റ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചിറ്റ ഉണ്ടാക്കും കേട്ടോ. പക്ഷേ ഈ ഒരു ഉലുവ പത്തിരിക്ക് ഭയങ്കര ഒരു കയ്പ്പ് പോലത്തെ ഒരു ടേസ്റ്റാണ്. കാരണം നിങ്ങൾക്കറിയാലോ ഉലുവ എന്ന് പറയുന്ന സാധനം കുറച്ചൊരു കയ്പ്പുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ പത്തിരി എന്ന് പറയുമ്പോൾ അത് അരച്ച് ചേർക്കുന്നതാണ് ആക്ച്വലി ഇതിൽ. അപ്പം അതിൻ്റെ ഒരു ചെറിയ കയ്പ്പുണ്ടാവും കേട്ടോ. എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ഇതേപോലെ തന്നെ ഉലുവ കഞ്ഞിയൊക്കെ ഇവിടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതിൻ്റെ ഒരു കയ്പ്പ് ഇഷ്ടമല്ല. ചെറിയൊരു കഷ്ടം മാത്രം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാ വിയാൻ വവുത കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും എത്തിയതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു. കുട്ടികളൊക്കെ ഫുൾ ടൈം കളി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ എപ്പോഴും എല്ലാവരും കൂടുമ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിലാണ് ഫുഡൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതാകുമ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ കുറച്ച് വേറെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഈ ഉലുവ പത്തിരി കഴിക്കാത്തതുകൊണ്ട് ബ്രെഡ് അതേപോലെ ഇഡ്ഡലി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും വരുമ്പോഴത്തേക്കും ഭയങ്കര ജോളിയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഇരുന്ന് സംസാരിക്കുക, പിന്നെ ഗോസിപ്പ് പറയുക. ഇതാണല്ലോ നമ്മൾ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ഇരുന്ന് ഞങ്ങളെല്ലാവരും ഇതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ ഒന്നും കഴിച്ചില്ല, ഞാൻ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ചിറ്റതാ ഉലുവ പത്തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉലുവ പത്തിരി ആണെങ്കിൽ അവിടെ ചിലവാകാത്തൊരു സാധനം കൂടിയാണ്. ടേസ്റ്റ് വൈസ് ഓക്കെ ആണ്. കറിയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. സാമ്പാർ കൂട്ടി കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിട്ട് തോന്നി. അതിൻ്റെ ചൊയൊന്നും അത്ര അങ്ങോട്ട് അറിയില്ല കേട്ടോ. സാമ്പാറൊക്കെ കൂട്ടാണ്ട് നമ്മൾ വെറുങ്ങനെ കഴിക്കാൻ അതിൻ്റെ ഒരു കയ്പ്പ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടുമ്പോഴത്തേക്കും ഒരു പ്ലേറ്റിൽ നിന്നായിരിക്കും എല്ലാവരും ഫുഡ് വാരി കഴിക്കുന്നത്. അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ നന്നായിട്ടുണ്ട് കേട്ടോ. കാരണം പ്ലേറ്റ് കഴുകാൻ മടി കാരണം എല്ലാവരും ചിലപ്പോൾ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിച്ചേക്കും, അല്ലെങ്കിൽ ഇല വെട്ടി കൊണ്ടുവന്ന് കഴിക്കും. അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. സാധാരണ എണ്ണം കൂടുമ്പോഴത്തേക്കും ഒരുപാട് പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണമല്ലോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ മീൻകാരൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് സ്ഥിരമായിട്ട് വരുന്ന നമുക്ക് മീൻ കൊണ്ടുവരുന്ന ചേട്ടനാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് മീനൊക്കെ മേടിച്ചു. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് മേടിക്കുക. അവിടെ 2 മീൻകാർ വരും കേട്ടോ. അപ്പോൾ 2 പേരുടെ അടുത്ത് നിന്ന് മാറി മേടിക്കാറുണ്ട്. പച്ചനിതാ മീൻ മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ എല്ലാവരും ഉള്ളത് കൊണ്ട് കുറച്ച് അധികം മീൻ ആവശ്യമാണ്. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അർജുനും കൂടി ഐറോനെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളൊന്ന് പോവാണ്. ഒരു സ്ഥലം വരെ പോകാനുണ്ട്, ഒരു അത്യാവശ്യ കാര്യം ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2 പേരും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം മഴക്കാലത്ത് റോഡൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയാണ്. കാരണം നമ്മൾ പണ്ടൊക്കെ നിൽക്കുമ്പോൾ ഈ മഴേൻ്റെ വില നമുക്ക് അങ്ങനെ അറിയില്ല. പക്ഷെ നമ്മൾ പുറത്തൊരു കൺട്രിയിൽ നിന്നിട്ട് നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ നാട് എന്ത് ഭംഗിയാണെന്ന് നമുക്ക് തോന്നിപ്പോ കേട്ടോ. ഞങ്ങൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മുടെ നാടൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വേറെ കുറേ കൺട്രീസിനെക്കാട്ടിലും മുന്നിൽ നമ്മുടെ നാട് എത്തിയാൽ. പിന്നെ അച്ഛമ്മേൻ്റെ അവിടെ പോയപ്പം ആസ് യൂഷ്വൽ മാങ്ങ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതാ ചേച്ചിയമ്മ നമുക്ക് മാങ്ങയൊക്കെ ഇങ്ങനെ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മുറിച്ച് കൊണ്ടുവന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് മുറിച്ച് കഴിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് പരിപാടിയാണ്. ഇങ്ങനെ മുറിച്ച് കൊണ്ടുവന്നാൽ നമുക്ക് വെറുതെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ തോന്നും കേട്ടോ മാങ്ങ. അതിൻ്റെ ഫേവറേറ്റ് ആണ് ഇവിടുത്തെ മാങ്ങ. ഈ ഒരു മാങ്ങ പ്രത്യേകിച്ചും ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇതാണ് എൻ്റെ അച്ഛമ്മ. ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരാളാണെങ്കിൽ കൂടിയിട്ട് ഏറ്റവും അടിപൊളി വൈബുള്ള ഒരാളാണ് കേട്ടോ അച്ഛമ്മ. അച്ഛമ്മ എല്ലാ കാര്യത്തിനും സമ്മതിക്കും. ഭയങ്കര ചിൽ മൂഡാണ്. നമ്മളെല്ലാ പരിപാടിക്കും അച്ഛമ്മ നമ്മളെ കൂടെ നിൽക്കും. പിന്നെ ഇതാ ഷിഫ്റ്റിംഗ് പരിപാടിയാണ്. ഇവർ പുതിയ വീടെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഈ വിളക്ക് കിണ്ടി തുടങ്ങിയ ഐറ്റംസൊക്കെ പോളിഷ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛൻ എല്ലാ സാധനങ്ങളും ഒരു കവറിലേക്ക് എടുത്ത് വെച്ചിട്ട് പോളിഷ് ചെയ്യാൻ
വേണ്ടി കൊടുക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് എന്തായാലും പുറത്ത് പോകണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ശരി നമുക്കിന്ന് പോളിഷ് ചെയ്യാൻ കൊടുത്തിട്ട് പോവാം എന്നുള്ളത്. അപ്പോൾ അച്ഛൻ്റെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് അച്ഛൻ നമ്മളിവിടെ കാറിൽ വരാം, എന്നിട്ട് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി സാധനങ്ങളൊക്കെ ആയിട്ട് പോളിഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മളെ നന്ദിലത്തിലും കൂടി പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ പോളിഷ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ സ്ഥലം നോക്കി പോകാൻ ഞങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ലായിരുന്നു എവിടെയാണ് പോളിഷ് ചെയ്യാൻ കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഞങ്ങൾ സ്ഥലം ലാസ്റ്റ് കണ്ടുപിടിച്ചു കേട്ടോ. ഇവിടെയാണ് നമ്മൾ പോളിഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ഗ്ലോസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ്. പണ്ട് മുതൽക്കേ പോളിഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഉള്ളിൽ പോയി നോക്കിയപ്പോഴാണ് കണ്ടത് അവിടെ നിറയെ ഇതേപോലെ വിളക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ നമുക്ക് എണ്ണം തിട്ടപ്പെടുത്തി തരും. അതായത് അവർ കറക്റ്റായിട്ട് എണ്ണീറ്റ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ഒരു റെസിപ്റ്റ് നമുക്ക് എഴുതി തരും. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് സാധനങ്ങളൊന്നും മിസ്സാവാണ്ട് കിട്ടുമല്ലോ. അതിനുശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നന്ദിലത്ത് ജി മാർട്ടിലേക്കാണ് കേട്ടോ. അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ട്, AC കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ TV കണ്ടപ്പോൾ നമുക്കൊരു TVയും കൂടി മേടിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. AC-ൻ്റെ കുറേ അധികം ഓപ്ഷൻസ് നോക്കിയപ്പോൾ അതിൽ ഏറ്റവും നല്ലതായി തോന്നിയ ഡൈക്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു AC ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് 5 years എന്തോ വാറൻറ്റിയും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ബ്രാൻഡും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വെറുതെ ഇങ്ങനെ അവിടെ നോക്കി നടക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. എന്നിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. എനിക്കൊരു ബ്ലൗസ് പീസ് മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ ഒരു ബ്ലൗസ് പീസ് സെലക്ട് ചെയ്തു കേട്ടോ. ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഓപ്ഷൻസ് നോക്കേണ്ട ആവശ്യം വന്നില്ല. ഇതന്നെ നമ്മളങ്ങ് കൺഫേം ചെയ്തു കേട്ടോ. ഇതെനിക്ക് വേഷ്ടി മുണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വന്നത് ഷീബാസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയങ്ങാടിയുള്ള ഒരു ചെറിയ ഷോപ്പിലേക്കാണ്. അതാകുമ്പോൾ അടുത്താണല്ലോ, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് വന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫാൻസി പോയിട്ടോ അവിടെ തന്നെ ഉള്ള എന്നിട്ടൊരു മസ്കാര നോക്കിയിട്ടോ. ഈ മസ്കാര എനിക്ക് ഇഷ്ടപ്പെട്ട ബ്ലൂ ഹെവൻ്റെ. അത് മാത്രമേ ഞാൻ കുറച്ചെങ്കിലും കേട്ട പേരുള്ളൂ കേട്ടോ, ബ്ലൂ ഹെവൻ എന്ന്. അതുകൊണ്ട് അതെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇയറിങ് എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു ഇയറിങ്. പിന്നെ എനിക്കൊരു ഐ ലാഷസ് മേടിക്കണമായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ എപ്പോഴും ഐ ലാഷസ് വെക്കാറില്ല, പക്ഷേ ഈ പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കാം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഒരു ഐ ലാഷസും അതിൻ്റെ കൂടെ ഒരു ഗ്ലൂവും കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാകുമ്പോഴത്തേക്കും നമുക്ക് ഐ ലാഷസ് വേണമെങ്കിൽ റീയൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഐ ലാഷസും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നന്നാവുമോ എന്ന് എനിക്കറിയില്ല. നന്നാവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതിനുശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയി. ഈ ഒരു ഐറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പഞ്ഞി എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. ചില സ്ഥലത്തൊക്കെ മീൻമുട്ട എന്നൊക്കെ പറയും കേട്ടോ. ആ ഒരു ഐറ്റം എൻ്റെ ഫേവറേറ്റ്. അത് കൂട്ടിയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ അമ്മമ്മേൻ്റെ വീട്ടിലേക്കാണ് പോയത്. രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്മമ്മേൻ്റെ വീട്ടിൽ പോയി കുട്ടികളൊക്കെ പിക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമെന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരൊക്കെ പിക്ക് ചെയ്തു. ഇതാണ് ശിവാനി. അങ്ങനെ ഓരോരുത്തരായി ഇതാ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാറിലേക്ക്. എല്ലാവരും ഉണ്ടാകുമ്പോഴത്തേക്കും ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര വൈബാണ്. ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടാണ് പോകുന്നത്. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്ഥലം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി ബീച്ച് സൈഡിൽ എവിടെയെങ്കിലും കഴിക്കാമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പാട്ട് ഞാൻ അതിൻ്റെ കൂടെ കൊടുക്കാട്ടോ. കണ്ട നേരം കൊണ്ടലായി മിന്നലിൽ കുന്നലായി മിന്നൽ വാടാം കയ്യിലിട്ട പെണ്ണഴകേ അങ്ങനെ ഒരു 2 പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഏകദേശം ബീച്ചിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. ഇന്ന് എന്താണെന്നറിയില്ല, ബീച്ച് ഭയങ്കര കാലിയായിട്ടുള്ള പോലെ ഫീൽ ചെയ്തു കേട്ടോ. അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു ബീച്ചിൽ. ഞങ്ങൾ എത്തിയത് ഏകദേശം 8 മണി ആയപ്പോഴാണ്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ, എപ്പോൾ പോയാലും ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ ബോംബെ ഹോട്ടലിലേക്കാണ് കേട്ടോ ചെന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബോംബെ ഹോട്ടലിലെത്തി നമുക്ക് കറക്റ്റ് പറ്റിയ പോലത്തെ ഒരു സീറ്റ് കിട്ടിയിട്ട്, അതായത് സോഫ സീറ്റ് കിട്ടിയിട്ട്, ലെങ്തി സോഫ സീറ്റ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇരിക്കാനൊക്കെ അടിപൊളിയായിരുന്നു. കുട്ടിയൊക്കെ ഓടി കളിക്കാനൊക്കെ സോഫേൻ്റെ മുകളിൽ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ കുട്ടികളൊക്കെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. എന്നാലും അവരുടെ വഴിക്ക് വിട്ട് അവർ അടിപൊളിയായിട്ട് കളിച്ച് നടക്കും. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർക്ക് എന്താ വേണ്ടതെന്നൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഐറോന് കുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അവൾ എത്ര നേരം വേണമെങ്കിൽ കുട്ടികളോടെ കളിച്ചോളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഡിഷസൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ബിരിയാണി ആയിരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് എപ്പോഴും ബിരിയാണിയാണ്. പ്രത്യേകിച്ചും ബോംബെ ഹോട്ടലിലെ ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് റഹ്മത്തിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ബോംബെ ഹോട്ടലിലെ ബിരിയാണിയാണ്. ആക്ച്വലി ഇത് പണ്ട് മുതൽക്കേ ഉള്ളൊരു ഹോട്ടലാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും അതിലുണ്ടാവും.
ഇതേപോലെ കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫുഡൊക്കെ. എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറേ നേരം ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. എനിക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അക്കു നല്ല അടിപൊളിയായിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ. അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്ത് എൻ്റെ ഫേസിൽ കംപ്ലീറ്റ് ഇപ്പോൾ പിമ്പിൾസ് വരുന്നുണ്ട് കേട്ടോ. പിമ്പിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കൊതുകൊക്കെ കടിച്ച പോലത്തെ പിമ്പിൾസാണ് എൻ്റെ ഫേസിൽ കംപ്ലീറ്റ് വരുന്നത് കേട്ടോ. ഒരു തണർപ്പ് പോലത്തെ പിമ്പിൾസാണ് വരുന്നത്. അല്ലാണ്ടെയും കുറച്ച് പിമ്പിൾസ് എനിക്ക് നാട്ടിലേക്ക് വരുമ്പോഴേ ഉണ്ടായിരുന്നു. അതിൻ്റെ പീരീഡ് സ്റ്റേറ്റ് ആയതുകൊണ്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് സെറ്റാക്കണം. പിന്നെ എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പേ ചെയ്ത് തീർക്കേണ്ടതാണ് ഓഫീസിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.